മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഇത് കണ്ടില്ലേ, അയില. നല്ല പച്ച അയിലയാണ്. അധികം വലുതുമല്ല, എന്നാൽ ചെറുതുമല്ല. ഇത് അധികം മൂക്കാത്ത കിളിർന്ന അയിലയാണ്. നല്ല പച്ച അയിലയാണ്. സാധാരണ നമ്മൾ അയില തേങ്ങ അരച്ചും മുളക് കറിയൊക്കെ അല്ലേ വെക്കാറ്. ഇന്ന് തേങ്ങ അരയ്ക്കാതെയും മുളക് കറി അല്ലാതെയും ഒരു പ്രത്യേക രീതിയിൽ കറി വെക്കാം. അത് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഈ മീൻ എങ്ങനെ ആ കറി വെക്കുന്നത് നമുക്കൊന്ന് കാണാം മക്കളെ. വാ. അപ്പം മകളെ, അതിനായിട്ടൊരു 1/2 കിലോ മീനായിരുന്നു, അയിലയായിരുന്നു. അത് ഞാൻ എല്ലാം നന്നായിട്ട് വെട്ടി തേച്ചിട്ട് ബ്ലഡെല്ലാം കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 3ആയിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ കഴുകി എടുക്കുന്നുണ്ട്, എൻ്റെ ബ്ലഡൊക്കെ പോകാൻ വേണ്ടി. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു 5-8 ചെറിയ ഉള്ളി ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4-5 ചെറിയ പച്ചമുളകാണ്, ആവശ്യത്തിന് രൂപ ഉള്ളതാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങാപ്പാലിനകത്താണ് നമ്മളിത് കറി തയ്യാറാകാനായിട്ട് 2-ാം പാലും, ഒരു തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുക. അതായത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ ഈ ചെറിയ ഉള്ളിയെല്ലാം ഞെവടി നമ്മൾ എടുത്ത് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഞെവടി ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 2-ാം പാലൊഴിച്ച് കൂട്ടിയിളക്കി ഇതിലേക്ക് നമ്മൾ പിന്നെ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളി ഞങ്ങിട്ട് കൊടുത്ത് അടുപ്പയിൽ അടച്ചു വെച്ചു. അതെല്ലാം തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ മീനും പറക്കിയിട്ട് കൊടുത്തു, അടച്ചു വെച്ച് ഇത് നന്നായിട്ട് നമ്മൾ വേവിച്ച് ഈ തേങ്ങ 2-ാം പാല് വേവിച്ച് പറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പം നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ 2-ാം പാല് വെച്ച് കുറുകി വെന്തു. അപ്പം വെന്ത് കുറുകി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പുമൊക്കെ നോക്കിയിട്ട് നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കും. 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കൂട്ടിയിളക്കി, ഉടയത്തില്ല മീൻ കേട്ടോ, നല്ല പച്ചമീനിരുന്നു. കൂട്ടിയിളക്കി നമ്മളൊന്ന് ചുറ്റിച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ കുറുകിയ ചാറോടുകൂടിയുള്ള നമ്മുടെ അയിലക്കറി, നല്ല ടേസ്റ്റി കറിയുടെ റെഡിയായ മക്കളെ. ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ മക്കളെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ.